ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഹൽവയുടേതാണ്. പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും ചേർക്കാതെ ഒരുപാട് നെയ്യൊന്നും ഒഴിക്കാതെ തയ്യാറാക്കിയെടുത്തൊരു ബീട്രൂട്ട് ഹൽവയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായിട്ട് 2 മീഡിയം സൈസ് ബീട്രൂട്ട് ചെറുതായിട്ട് മുറിച്ചത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അതായത് ഇപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടി എടുക്കാം. അരിച്ചെടുക്കുന്ന സമയത്ത് അതേ മിക്സിയിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കലക്കി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കണം. ബീട്രൂട്ടിലെ മുഴുവൻ സത്തും നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചേക്കുന്ന ബീട്രൂട്ട് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് ഏകദേശം ഒരു 1.5 കപ്പോളം ശർക്കര പാനി വരും. അപ്പം മധുരം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ഏലക്കയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങും. അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കൈ വിടാതെ ഇളക്കിയെടുക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള നട്ട്സോ സീഡ്സോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പംകിൻ സീഡൊക്കെ ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ അതാ ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ സ്മെല്ലോ ഒരു ചവർപ്പോ ഒന്നും തന്നെ ഈ ഒരു ഹൽവയ്ക്ക് വരില്ല കേട്ടോ. നല്ല ഏലക്ക പൊടിയുടെ സ്മെല്ലാണ് വരുന്നത്. പിന്നെ നല്ലപോലെ വറ്റി വെന്ത് വരുന്നതുകൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചവർപ്പ ടേസ്റ്റ് ഒന്നും തന്നെ ഈ ഹൽവയ്ക്ക് വരുന്നില്ല. ഇപ്പോൾ അതാ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു ചോറ്റുപാത്രത്തിലാട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കും ഒക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഹൽവയാണ്. അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റിയായ ഒരു ഐറ്റം. ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.